കാരണം മുഖ്യമന്ത്രി മൗനം തുടർന്നത് തന്നെ ഒപ്പമുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്ത് അന്ന് തന്നെ മുഖ്യമന്ത്രി അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹത്തിന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ADGP റാങ്കിലുള്ള ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോയി കൂടിക്കാഴ്ച നടത്തിയത് അറിഞ്ഞിട്ടും അയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ 16 മാസമായി കഴിയാത്ത പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മാത്രം പാർട്ടിയും അണികളും പുറത്തുള്ളവരും എല്ലാം വിവരം അറിയുന്ന രീതിയിൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാതെ ഇത് ഒളിപ്പിച്ചു വെച്ച പേടിത്തൊണ്ടനായ ഒരാളാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ചോദിക്കും, അല്ലെങ്കിൽ അത് ചർച്ചയാകുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടുമറിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ BJP ബന്ധം എപ്പോഴും ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ BJPയുടെ വോട്ടുകൾ BJPക്ക് തന്നെ പോൾ ചെയ്യപ്പെടാതെ ഈ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് മാറി മാറി ആളുകൾ ചെയ്യുന്ന അനുഭാവികളുടെ വോട്ടുകളാണ് പ്രധാനമായും കേഡർ വോട്ടുകളേക്കാൾ. അപ്പോൾ ഈ അനുഭാവികളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നുകിൽ കോൺഗ്രസിലേക്ക് പോകും, അല്ലെങ്കിൽ CPIMലേക്ക് പോകും. ആ ഒരു പ്രവണത തുടർന്ന് വന്നിരുന്നതിന് ഇപ്പോൾ ഒരു അവസാനമായിരിക്കുകയാണ്. അത് രണ്ട് മുന്നണികളെയും നല്ല രീതിയിൽ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ വോട്ട് വർധന അതെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം ചിലയിടങ്ങളിൽ ഒഴികെ അനുഭാവി വോട്ടുകളടക്കം BJPയിൽ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ആ വോട്ടുകൾ, പ്രത്യേകിച്ചും കണ്ണൂരിലൊക്കെ, ഞാൻ കരുതുന്നത് കണ്ണൂരിലൊക്കെ കുറച്ചെങ്കിലും അനുഭാവി വോട്ടുകൾ K സുധാകരനിലേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാത്രം പോൾ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും C രഘുനാഥ് എന്ന വിശ്വസ്തൻ ഇപ്പുറത്ത് വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിലെ വോട്ടുകൾ കുറച്ചെങ്കിലും രഘുനാഥ് ഇവിടെ പിടിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ പിണറായി വിജയന്റെ മണ്ഡലത്തിലടക്കം ഉണ്ടായിരിക്കുന്ന വോട്ട് ചോർച്ച, MV ഗോവിന്ദന്റെ മണ്ഡലത്തിലടക്കം ഉണ്ടായിരിക്കുന്ന വോട്ട് ചോർച്ച, അതെങ്ങനെയാണ് സംഭവിച്ചത്? CPIMന്റെ വോട്ടുകൾ BJPയിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ പല കാര്യങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. 11 മാസം മുൻപേ ഈ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് പുറത്തു വരുന്നത് എത്ര ക്ഷീണമാണ്. CPIM എന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ്. എന്റെ സ്ട്രോങ് ടേക്ക്, മുഖ്യമന്ത്രി ഒപ്പമുണ്ട്. അത് MR അജിത് കുമാറിനും P ശശിക്കും ഒപ്പമാണ്. അതിന് ഒപ്പം നിൽക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് CPIM എന്ന പാർട്ടി, ആ പാർട്ടിക്കൊപ്പമുള്ള അണികൾ, അനുഭാവികൾ ഒക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും ആ പാർട്ടിയിൽ തുടരണോ എന്നുള്ളത് അവർക്ക് വിടേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന, ഇങ്ങനെയൊക്കെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തിനൊപ്പമാണോ നിങ്ങൾ തുടരേണ്ടത് എന്നുള്ളത് ആ പാർട്ടിയുടെ അനുഭാവികൾ, വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതുള്ളതാണ്. എന്റെ ഈ വിഷയത്തിലെ നിലപാട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് നിയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്ന ചോദ്യം അടുത്തതായി ഉറപ്പായിട്ടും ഉയർന്നു വരും. ഈ മാറ്റിക്കഴിഞ്ഞത് കൊണ്ട് മാത്രം ഈ വിവാദം അവസാനിക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല.